ഇന്ത്യയുടെ അഭിമാനം ആകാശത്തെ കീഴടക്കുന്ന HAL തേജസ് Mk1A. പക്ഷേ ഒരു ചെറിയ എഞ്ചിൻ പ്രശ്നം ഈ മഹാപദ്ധതിയെ നിർത്തലാക്കുമോ, അല്ലെങ്കിൽ ഇതൊരു വലിയ തിരിച്ചുവരവിന്റെ തുടക്കമാണോ? ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ യുദ്ധവിമാന പദ്ധതി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നേതൃത്വം നൽകുന്ന തേജസ് Mk1A പ്രോഗ്രാം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഒന്നു മാത്രം, എഞ്ചിൻ സപ്ലൈ. അമേരിക്കൻ എയർസ്പേസ് ഭീമൻ ജനറൽ ഇലക്ട്രിക് നൽകേണ്ട F404 എഞ്ചിനുകളുടെ വൈകിപ്പ് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതീക്ഷകൾക്ക് ഒരു ചെറിയ തിരിച്ചടിയായി എന്നതും എടുത്തു തന്നെ പറയണം. എന്താണ് പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നത്? പരിശോധിക്കാം. HAL ചെയർമാൻ DK സുനിൽ വ്യക്തമാക്കുന്നതനുസരിച്ച് 2026 രണ്ടാം പകുതിയിൽ ജനറൽ ഇലക്ട്രിക് കുറഞ്ഞത് 20 എഞ്ചിനുകൾ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ജൂൺ മുതൽ ഡിസംബർ വരെ തേജസ് പ്രോഗ്രാമിന് വീണ്ടും ജീവൻ കിട്ടാൻ പോകുന്നു എന്നതാണ്. ഇപ്പോൾ HALന്റെ കൈവശം 5 എഞ്ചിനുകളാണുള്ളത്. 6ാമത്തെ എഞ്ചിൻ ഏപ്രിൽ അവസാനം എത്തും. ഇത് സംഭവിച്ചാൽ ഏപ്രിൽ മാസത്തിനുള്ളിൽ തന്നെ 6 തേജസ് Mk1A യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായി സജ്ജമാകുമെന്നതും എടുത്തു തന്നെ പറയണം. പക്ഷെ പ്രശ്നങ്ങൾ ഇതോടെ തീർന്നോ? ഇല്ല എന്ന് തന്നെ പറയണം. GEയുടെ വലിയ വൈകിപ്പുകൾ കാരണം HAL ഇപ്പോൾ ലിക്വിഡേറ്റഡ് ഡാമേജസ് സാമ്പത്തിക പിഴ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 2025 തുടങ്ങേണ്ടിയിരുന്ന ഡെലിവറി ഇപ്പോൾ 2026 മാർച്ചിലേക്കാണ് നീണ്ടത്. ഇത് നേരിട്ട് ബാധിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധ സജ്ജീകരണങ്ങളെയാണ്. ഇപ്പോൾ ഏറ്റവും നിർണായക ഘട്ടം അടുത്തിരിക്കുകയാണ്. 2026 മെയ് മാസത്തിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് വലിയ റിവ്യൂ നടത്തുമെന്നതാണ്. ഈ റിവ്യൂവിൽ എന്ത് തീരുമാനമാകും? ആദ്യ ബാച്ച് സ്വീകരിക്കുമോ, അല്ലെങ്കിൽ കൂടുതൽ താമസം ഉണ്ടാകുമോ? ഒരു വശത്ത് HAL പറയുന്നു ഞങ്ങൾ റെഡിയാണ് എന്നത്, മറ്റൊരു വശത്ത് എല്ലാം ആശ്രയിക്കുന്നത് ജനറൽ ഇലക്ട്രിക്കലിന്റെ എഞ്ചിൻ സപ്ലൈ സ്പീഡിലാണ്. 20 എഞ്ചിനുകൾ സമയത്ത് കിട്ടിയാൽ തേജസ് പ്രൊഡക്ഷൻ ഫുൾ ത്രോട്ടിലിൽ പോകും. ഒരു എഞ്ചിൻ മാത്രം, പക്ഷേ അതാണ് ഇന്ത്യയുടെ ആകാശശക്തിയുടെ ഹൃദയം. തേജസ് പറക്കും, അല്ലെങ്കിൽ കാത്തിരിക്കേണ്ടി വരും. അത് തീരുമാനമാകുന്നത് ഇനി ഒരു കാര്യമാണ്, GE സമയം പാലിക്കുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇത്തരത്തിലുള്ള ഡിഫൻസ് അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ യഥാർത്ഥ കഥകൾ അറിയാൻ കൂടെ കാത്തിരിക്കുക.